നമസ്കാരം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് പ്രിയ വിദ്യാർത്ഥികൾക്ക് സ്വാഗതം. മൾട്ടി ഡിസിപ്ലിനറി പേപ്പർ ആയിട്ടുള്ള ഹിസ്റ്റോറിക്കൽ ടൂറിസത്തിലെ 4ാമത്തെ ബ്ലോക്കിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻ ഓഫ് കേരള, കേരളത്തിലെ പ്രധാനപ്പെട്ട ഹിസ്റ്റോറിക്കൽ ഡെസ്റ്റിനേഷൻസ് കുറിച്ചാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യുക. അതിൽ 1ാമത്തെ കേന്ദ്രം എന്ന് പറയുന്നത് എടക്കൽ കേവ്സ് ആണ്. കേരളത്തിലെ വയനാട് ജില്ലയിലെ ഒരു പ്രധാനപ്പെട്ട നവീന ശിലായുഗ കേന്ദ്രമാണ് എടക്കൽ കേവ്സ്. ഏതാണ്ട് 6000 വർഷങ്ങൾക്ക് മുൻപ് മുകളിൽ പഴക്കമുള്ള ചരിത്ര അവശിഷ്ടങ്ങളാണ് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ളത്. ഗുഹകളും അതില് ആദിമ മനുഷ്യർ കൊത്തിവെച്ചിട്ടുള്ള ചിത്രങ്ങളും ഒക്കെയാണ്, ഗുഹാചിത്രങ്ങളും ഒക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. അപ്പോൾ അമ്പുകുത്തി മലയിലാണ് ഈ ഒരു പ്രദേശം, ഗുഹകൾ എടക്കൽ കേവ്സ് സ്ഥിതി ചെയ്യുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ഒരു പ്രകൃതി ദൃശ്യങ്ങളോട് കൂടിയ ഒരു സ്ഥലം കൂടിയാണ് ഇവിടെ. ഇനി പത്മനാഭപുരം പാലസ് ആണ് കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട സെന്റർ എന്ന് പറയുന്നത്. പത്മനാഭപുരം കൊട്ടാരത്തിന്റെ ഒരു പ്രാധാന്യം എന്ന് പറയുന്നത് അതിന്റെ ശില്പ ചാതുരി തന്നെയാണ് ഒരു പ്രധാന ആകർഷണം. മറ്റൊന്ന് അതിന്റെ ചരിത്ര പ്രാധാന്യം. തൃശ്ശൂര് പെരുമ്പടപ്പ് സ്വരൂപത്തിന്റെ കലാ സവിശേഷതകൾ നമുക്ക് ഇവിടെ നിന്ന് കണ്ടെടുക്കാനായിട്ട് സാധിക്കും. ഇനി ചരിത്ര പൈതൃകം 17ാം നൂറ്റാണ്ടിലെ ശ്രീ രവിവർമ്മ രാജാവിന്റെ കാലത്താണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ പുരാതനമായിട്ടുള്ള നല്ല മ്യൂറലുകൾ, ഈ ചുമർ ചിത്രങ്ങൾക്കൊക്കെ പ്രസിദ്ധമാണ് ഇവിടം. അപ്പോൾ കോട്ടയ്ക്കുള്ളില് മനോഹരമായിട്ടുള്ള അലങ്കാര കാഴ്ചകളും ഇവിടുത്തെ ഒരു ആകർഷണമാണ്. ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഒരു തിരുവനന്തപുരത്ത്, അതായത് നമ്മുടെ കേരളത്തിന്റെ തെക്കേ അറ്റത്തുള്ള ഒരു കേന്ദ്രത്തെ കുറിച്ചാണ്. നമ്മൾ വടക്കേ അറ്റത്തുള്ള ഒരു കേന്ദ്രമാണ് കാസർഗോഡ് ജില്ലയിലെ ബേക്കൽ ഫോർട്ടാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പൊ കാസർഗോഡാണ് സ്ഥാനം. കേരളത്തിലെ ഏറ്റവും വലിയ കോട്ടയാണ്. 40 ഏക്കറിൽ പരന്ന് വികസിച്ച് കിടക്കുന്ന ഒരു കോട്ടയാണ് ബേക്കൽ കോട്ട. ഇനി ഇവിടുത്തെ ശില്പ ശൈലി കൊണ്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒന്നാണ് ബേക്കൽ ഫോർട്ട് എന്ന് പറയുന്നത്. ഇനി അറബിക്കടലിനോട് ചേർന്ന് കിടക്കുന്ന കടലും കാടും ബീച്ചും ഒക്കെ കൂടി ചേരുന്ന വളരെ മായികമായിട്ടുള്ള കോട്ടയും ഒക്കെ ചേരുന്ന മായികമായിട്ടുള്ള ഒരു സൗന്ദര്യമാണ് ഇവിടെ. ഇനി പാലക്കാട് ഫോർട്ടാണ് മറ്റൊന്ന്. പാലക്കാട് കോട്ട പാലക്കാട് ജില്ലയിലെ ടിപ്പു സുൽത്താന്റെ ഒരു പൈതൃക കേന്ദ്രമാണ് പാലക്കാട് കോട്ട. മൈസൂർ രാജവംശത്തിന്റെ വളരെ ദൃഢമായിട്ടുള്ള ഒരു കോട്ടയാണ് പാലക്കാട് കോട്ട. 18ാം നൂറ്റാണ്ടില് ബ്രിട്ടീഷുകാരും ടിപ്പു സുൽത്താനും തമ്മിൽ നടന്നിട്ടുള്ള പോരാട്ടത്തിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു കോട്ട. കോട്ടയുടെ പരിസരത്ത് തന്നെ ഒരു വൃന്ദാവന ഗാർഡൻസ് ഉണ്ട്, അതായത് മലമ്പുഴ വൃന്ദാവൻ ഗാർഡൻസ് ഉണ്ട്. ഇനി ആർക്കിയോളജിക്കൽ സൈറ്റ്സ് ആണ്. കേരളത്തിലെ പ്രധാനപ്പെട്ട ആർക്കിയോളജിക്കൽ സൈറ്റ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത് പട്ടണം എക്സ്കവേഷൻ ആണ്. എറണാകുളം ജില്ലയിലെ പറവൂർ, നോർത്ത് പറവൂരിന് അടുത്തുള്ള പട്ടണം എന്ന പ്രദേശത്ത് ഉള്ള ഒരു എക്സ്കവേഷൻ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നിന്നിട്ട് 2007 ഈ ഒരു എക്സ്കവേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് KCHR-ഉം അതുപോലെ തന്നെ നമ്മുടെ ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പട്ടണം എക്സ്കവേഷൻ നടത്തുന്നത്. ഇവിടെ നിന്ന് ധാരാളമായിട്ട് റോമൻ നാണയങ്ങളും പേർഷ്യൻ നാണയങ്ങളും അതുപോലെ തന്നെ അറേബ്യൻ കുപ്പികള്, പലതരത്തിലുള്ള കുപ്പികള്, പിഞ്ഞാണങ്ങള്, ചൈനീസ് പിഞ്ഞാണങ്ങളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ ഈ മുസിരിസ്, അതായത് മഹോദയപുരം അല്ലെ, മുസിരിസ്, കൊടുങ്ങല്ലൂർ, ഈ പേരുകളിലൊക്കെ അറിയപ്പെടുന്നത് നമ്മുടെ ആധുനിക കൊടുങ്ങല്ലൂരാണ്. അപ്പോ ഈ ഒരു കാലഘട്ടത്തിന്റെ സൂചനകളും അതിന്റെ ചരിത്ര ശേഷിപ്പുകളും ഒക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇനി മറ്റൊരു പ്രധാന കേന്ദ്രമാണ് തുഞ്ചൻ പറമ്പ്. തുഞ്ചൻ പറമ്പ് മലപ്പുറം ഡിസ്ട്രിക്റ്റിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഭാഷാ പിതാവായിട്ടുള്ള, മലയാള ഭാഷയുടെ പിതാവായിട്ടുള്ള തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛന്റെ ഒരു ഭവനമാണ്. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ഇത് ഭാഷയുടെ പുണ്യഭൂമിയായിട്ട് കരുതപ്പെടുന്ന, ആധുനിക മലയാള ഭാഷയുടെ ഈറ്റില്ലമായിട്ട് കണക്കാക്കപ്പെടുന്ന ഒരു പ്രദേശമാണ് തുഞ്ചൻ പറമ്പ്. ഇനി ഇവിടെ നമ്മൾ തുഞ്ചൻ പറമ്പ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം അർഹിക്കുന്നത് തുഞ്ചൻ സ്മാരകം അവിടെ സ്ഥിതി ചെയ്യുന്നു എന്നതുകൊണ്ടും, കൂടാതെ തന്നെ കുട്ടികൾക്ക് എഴുത്തിനിരുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കേന്ദ്രം കൂടിയാണ് തുഞ്ചൻ പറമ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയുമാണ് നമ്മൾ ഇവിടെ ഒരു എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രം ഡിസ്കസ് ചെയ്യുന്ന കേന്ദ്രങ്ങൾ. പക്ഷെ ഒരിക്കലും ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസ് നിങ്ങളെ ഇങ്ങനെ ഒതുക്കി പഠിച്ചിട്ട് കാര്യമില്ല. അതിനെ വളരെ വിശാലമായിട്ട് ഒരുപാട് കേന്ദ്രങ്ങളും അതിന്റെ സാമൂഹിക, സാംസ്കാരിക, ചരിത്ര പ്രാധാന്യങ്ങളെ കുറിച്ചും ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങൾ മറ്റു പല സോഴ്സുകളിൽ നിന്നും പഠിക്കേണ്ടതായിട്ടുണ്ട്. എങ്കിലും ഒരു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് ഇത്രയും ഭാഗങ്ങളിൽ നിന്നാണ്. അപ്പോൾ ഇതാണ് ഈ ഒരു യൂണിറ്റിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.